ഹായ് എവരിവൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫുഡ് മൈക്രോബയോളജിനകത്ത് തന്നെ വരുന്നില്ല ബട്ടർ അതുപോലെ തന്നെ ചീസ് എന്ന് പറയുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഈ ബട്ടർ ഉണ്ടാക്കുന്നതും കൗ മിൽക്കിൽ നിന്നോ അല്ലെങ്കിൽ ബഫലോ മിൽക്കിൽ നിന്നോ ആണ് അല്ലേ. ഇതൊരു ടൈപ്പ് ഓഫ് ഇമൽഷൻ ആണ്. ഏത് ടൈപ്പാണ്? വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഓഫ് ഇമൽഷൻ ആണ് ബട്ടർ. അത് ഓർത്ത് വെക്കുക, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഓഫ് ഇമൽഷൻ ആണ് ബട്ടർ. അപ്പോൾ കടയിൽ നിന്നൊക്കെ ബട്ടർ വാങ്ങിച്ചവർക്കറിയാം, സാൾട്ടഡ് ബട്ടർ ഉണ്ട്, വിത്തൗട്ട് സാൾട്ടായിട്ടുള്ള ബട്ടർ ഉണ്ട്. ഈ ബട്ടർ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ പാലിനെ പാസ്ചറൈസ് ചെയ്യും. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. അതായത് ആ ബട്ടർ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ഒരു മൈക്രോബിയൽ ഗ്രോത്ത് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണത്. ഓക്കെ, ഇറ്റ് ഷാൾ ബി ഫ്രീ ഫ്രം ആനിമൽ ബോഡി ഫാറ്റ്, വെജിറ്റബിൾ ഓയിൽ ആൻഡ് ഫാറ്റ്, മിനറൽ ഓയിൽ ആൻഡ് ആഡഡ് ഫ്ലേവർ. ഈ ബട്ടർ എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കണം എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ബട്ടറിന് ഒരു പ്ലസൻറ്റ് ടേസ്റ്റാണ് ഉള്ളത്, അതുപോലെ തന്നെ ഫ്ലേവർ ഫ്രീ ആണ്. പിന്നെ കടകളിൽ വിൽക്കുന്ന 2 ടൈപ്പ് ഓഫ് ബട്ടർ ഉണ്ട്, ടേബിൾ ബട്ടറും അതുപോലെ തന്നെ കുക്കിംഗ് ബട്ടറും. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ടേബിൾ ബട്ടറിനാണെങ്കിൽ മോയ്സ്ചർ എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 16%, നോട്ട് മോർ ദാൻ 16%, 16%ൽ കൂടാൻ പാടില്ല. മിൽക്ക് ഫാറ്റ് ആണെങ്കിൽ നോട്ട് ലെസ് ദാൻ 80%, മിൽക്ക് സോളിഡ്സ് നോട്ട് ഫാറ്റ് ആണെങ്കിൽ നോട്ട് ലെസ് ദാൻ 1.5%, കോമൺ സാൾട്ട് ആണെങ്കിൽ നോട്ട് മോർ ദാൻ 3%. കുക്കിംഗ് ബട്ടറിൻ്റെ കാര്യത്തിൽ ആകെ കൂടി മിൽക്ക് ഫാറ്റ് പറഞ്ഞിട്ടുള്ളൂ, അത് നോട്ട് ലെസ് ദാൻ 76% ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബട്ടറിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രോ. ബട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എത്ര ടൈപ്പ് ഉണ്ടെന്നറിയാം? ABCDEFGHIJKL, ഇത്രയും ടൈപ്സ് ഓഫ് ബട്ടറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, പാസ്ചറൈസ്ഡ് ക്രീം ബട്ടർ. പാസ്ചറൈസ്ഡ് ക്രീം ബട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് പാസ്ചറൈസ്ഡ് സ്വീറ്റ് ക്രീമിൽ നിന്നായിരിക്കും. അത്രയും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പാസ്ചറൈസ്ഡ് ക്രീം ബട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് പാസ്ചറൈസ്ഡ് സ്വീറ്റ് ക്രീമിൽ നിന്നായിരിക്കും. ഇനി അടുത്തത് റൈപ്പൻഡ് ക്രീം ബട്ടർ. ദീസ് ആർ ദ ബട്ടർ മെയ്ഡ് ഫ്രം ക്രീം in which a pleasant delicate aroma has been developed before churning. ഓക്കെ, അതായത് നമ്മൾ റൈപ്പൻഡ് ക്രീമിൽ നിന്നായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതും ആ ക്രീമിന് എന്താണ് സ്പെഷ്യാലിറ്റി? ഒരു പ്ലസൻറ്റ് ഡെലിക്കേറ്റ് അരോമ ഉണ്ടാവും, ഒരു നല്ലൊരു മണം ഉണ്ടാവും. അത്തരം ക്രീമിൽ നിന്ന് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ റൈപ്പൻഡ് ക്രീം ബട്ടർ എന്ന് പറയുന്നത്. ഇനി അൺറൈപ്പൻഡ് ക്രീം എന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അൺറൈപ്പൻഡ് ക്രീം ബട്ടർ എന്ന് പറയും. അപ്പോൾ ഇപ്പം നമ്മൾ 3 ടൈപ്പ് പഠിച്ചു: പാസ്ചറൈസ്ഡ് ക്രീം ബട്ടർ, റൈപ്പൻഡ് ക്രീം ബട്ടർ, അൺറൈപ്പൻഡ് ക്രീം ബട്ടർ. അടുത്തത് സാൾട്ടഡ് ബട്ടർ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ബട്ടറിനകത്ത് ഉപ്പുണ്ടാവും. അൺസാൾട്ടഡ് ബട്ടർ, ബട്ടറിനകത്ത് ഉപ്പുണ്ടാവില്ല. അപ്പോൾ 5 ടൈപ്പ് ആയില്ലേ. ഇനി അടുത്തത് സ്വീറ്റ് ക്രീം ബട്ടർ. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീമിൻ്റെ അസിഡിറ്റി 0.2%-ൽ കുറവായിരിക്കും. സ്വീറ്റ് ക്രീം ബട്ടറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീമിൻ്റെ അസിഡിറ്റി എന്ന് പറയുന്നത് 0.2%-ൽ താഴെയായിരിക്കും. ഇനി 0.2%-ന് മേലെ അസിഡിറ്റിയിലുള്ള ബട്ടറാണ് ക്രീമാണ് നമ്മൾ ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ സോർ ക്രീം ബട്ടർ എന്ന് പറയും. അപ്പോൾ സ്വീറ്റ് ക്രീം ബട്ടർ, സോർ ക്രീം ബട്ടർ, സാൾട്ടഡ്, അൺസാൾട്ടഡ്, റൈപ്പൻഡ്, അൺറൈപ്പൻഡ്, പിന്നെ നമ്മൾ ആദ്യം പഠിച്ച പാസ്ചറൈസ്ഡ് ക്രീം ബട്ടർ. അപ്പോൾ എത്ര ടൈപ്സായി എണ്ണി നോക്കിക്കോട്ടോ. ഇനി അടുത്തത് ഫ്രഷ് ബട്ടർ. ഫ്രഷ് ബട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ആഴ്ചയിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജിലൊന്നും നമ്മൾ കീപ്പ് ചെയ്യില്ല, ഫ്രഷ് ആയിരിക്കും എപ്പോഴും. അതിനാണ് ഫ്രഷ് ബട്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഫ്രിഡ്ജിനകത്തോ റെഫ്രിജറേറ്ററിനകത്തോ ഒന്നും വെച്ച് സൂക്ഷിക്കുന്ന സാധനമല്ല, ഫ്രഷ് ആയിട്ടുണ്ടാവും. 3 വീക്സിലധികം അത് നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റില്ല. അതിൻ്റെ നേരെ ഉൾട്ടാ കോൾഡ് സ്റ്റോറേജ് ബട്ടർ എന്തായിരിക്കും? നമുക്ക് 1 മാസം തൊട്ട് 6 മാസം വരെ കീപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മൾ ടെമ്പറേച്ചർ കുറച്ചിട്ടുള്ള നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് കോൾഡ് സ്റ്റോറേജ് ബട്ടർ, മറ്റത് ഫ്രഷ് ബട്ടർ. ഇനി ഡയറി ബട്ടർ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫാമിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ബട്ടറിനെയാണ് ഡയറി ബട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ വീട്ടിലൊക്കെ ഒരു പശു ഉണ്ടെങ്കിൽ നമ്മൾ പാലൊക്കെ ഉണ്ടാക്കി, തൈരുണ്ടാക്കി, മോരുണ്ടാക്കി, അങ്ങനെ ബട്ടറൊക്കെ ഉണ്ടാക്കൂലേ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഇതിനെയാണ് നമ്മൾ ഡയറി ബട്ടർ എന്ന് പറയുന്നത്. അൺപാസ്ചറൈസ്ഡ് മിൽക്കായിരിക്കും, കാരണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതിന് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കില്ല. അപ്പോൾ അൺപാസ്ചറൈസ്ഡ് മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്ന ബട്ടറിനെയാണ് നമ്മൾ ഡയറി ബട്ടർ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല അതിനൊരു പുളിപ്പ് കുറച്ച് അധികമായിരിക്കും, സോർ ടേസ്റ്റ് കുറച്ച് അധികമായിരിക്കും, കാരണം അതിൻ്റെ അസിഡിറ്റി കൂടുതലായിരിക്കും. വീട്ടിലുണ്ടാക്കി കഴിച്ചവർക്കൊക്കെ അറിയായിരിക്കും.
പിന്നെ ഉള്ളത് ക്രീമറി ബട്ടർ. ഇത് ലാസ്റ്റ് ടൈപ്പാണ് കേട്ടോ, ക്രീമറി ബട്ടർ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രീമറി അല്ലെങ്കിൽ ഡയറി ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ബട്ടറിനെയാണ് നമ്മൾ ക്രീമറി ബട്ടർ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡയറി ബട്ടറിനേക്കാളും ക്വാളിറ്റിയൊക്കെ കൂടുതലായിരിക്കും. പിന്നെ ഒരു യൂണിഫോം ആയിരിക്കും, യൂണിഫോം ഇൻ ക്വാളിറ്റി. നമ്മൾ ഡയറി ബട്ടർ എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നില്ല, അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ. പക്ഷേ ക്രീമറി ബട്ടർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബട്ടറാണ്. അപ്പോൾ എഴുതി വെച്ച് തന്നെ പഠിക്കാം കേട്ടോ. ഇത് കേട്ടോണ്ടിരുന്നാൽ ഓർമ്മ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒന്നുകിൽ 2-3 പ്രാവശ്യം കേൾക്കുക, അല്ലെങ്കിൽ എഴുതി വെച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ബട്ടറിൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ നോക്കാം. കുറേ സ്റ്റെപ്സ് ഉണ്ട്, അപ്പോൾ നമുക്കത് ഓർഡറിൽ തന്നെ പഠിക്കാം. ആദ്യം റിസീവിങ് മിൽക്ക്, അതായത് നമ്മുടെ മിൽക്ക് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കൗവിൽ നിന്നെടുത്തു, പിന്നെ അതിനെ നമ്മൾ ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടി റിസീവ് ചെയ്യുന്നു. ദിസ് കൺസിസ്റ്റ് ഓഫ് അൺലോഡിങ്, ഗ്രേഡിങ്, സാമ്പിളിങ്, വെയിങ് ആൻഡ് ടെസ്റ്റിംഗ്. അപ്പോൾ നമ്മളൊരു മിൽക്ക് കിട്ടിയ പാട് ആദ്യം അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ്, പിന്നെ ആസിഡിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും. പിന്നെ സാമ്പിളിങ് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് വെക്കും, ഓരോ ഗ്രേഡാക്കി വെക്കും. ഇന്ന ലോ ഫാറ്റ്, ഹൈ ഫാറ്റ്, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തൊക്കെ വെച്ചു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് പ്രീ ഹീറ്റിംഗ്. പ്രീ ഹീറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം സെപ്പറേഷൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമ്മളൊന്ന് ചൂടാക്കും. അതിനാണ് പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെപ്പറേഷൻ ഓഫ് മിൽക്ക്. നേരത്തെ പറഞ്ഞ പോലെ സെൻട്രിഫ്യൂഗൽ മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ മിൽക്കിനെ സെപ്പറേറ്റ് ചെയ്യും. ക്രീമിനെയും അതുപോലെ തന്നെ സ്കിം മിൽക്കിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതാണ് സെപ്പറേഷൻ ഓഫ് മിൽക്ക്. അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പാണ് ന്യൂട്രലൈസേഷൻ ഓഫ് ക്രീം. അതായത് നമ്മുടെ അസിഡിറ്റി കൂടുതലാണെങ്കിൽ അതിനെ കുറക്കണം, കുറവാണെങ്കിൽ അതിനെ കൂട്ടണം, അങ്ങനെ ന്യൂട്രലൈസേഷൻ നടത്തും. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഏതൊക്കെ സ്റ്റെപ്സാണ്? ഒന്ന് റിസീവിങ് മിൽക്ക്, പ്രീ ഹീറ്റിംഗ്, സെപ്പറേഷൻ, നെക്സ്റ്റ് ന്യൂട്രലൈസേഷൻ. ന്യൂട്രലൈസേഷൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ന്യൂട്രലൈസേഷൻ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു അവോയ്ഡ് എക്സസ് ലോസ് ഓഫ് ഫാറ്റ്. നമ്മുടെ ന്യൂട്രലൈസേഷൻ ചെയ്യുന്നില്ലെങ്കിൽ, അസിഡിറ്റി കൂടുതലാണെങ്കിൽ നമ്മളതിനെ ഫർദർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫാറ്റിൻ്റെ ലോസ് ഉണ്ടാവും. അപ്പോൾ ആ ഫാറ്റ് ലോസ് കുറക്കാൻ വേണ്ടിയാണ് ന്യൂട്രലൈസേഷൻ ചെയ്യുന്നുള്ളത്. പിന്നെ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫ്ലേവേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യും. അസിഡിറ്റി കൂടുതലാണെങ്കിൽ, അസിഡിറ്റി കൂടുതലായിട്ട് നമ്മൾ പാസ്ചറൈസേഷനൊക്കെ നടത്തുമ്പോൾ അൺഡിസൈറബിൾ ഫ്ലേവേഴ്സ് വരും. അതുപോലെ തന്നെ എക്സസ് ലോസ് ഫാറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ന്യൂട്രലൈസേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബട്ടറിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറേ കാലത്തേക്ക് വെക്കാനും, അതുപോലെ തന്നെ അങ്ങനെ കുറേ കാലം വെക്കുമ്പോൾ മൈക്രോബിയൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാതിരിക്കാനും, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ന്യൂട്രലൈസേഷൻ ചെയ്യാം? അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. അതായത് നമുക്കിപ്പോൾ ബട്ടർ ലോങ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ അസിഡിറ്റി 0.06 to 0.08% കുറക്കണം. ഇനി ഷോർട്ട് സ്റ്റോറേജ് ആണെങ്കിൽ നമുക്ക് 0.25 to 0.3% വരെ അസിഡിറ്റി കുറച്ചാൽ മതി. അപ്പോൾ ബട്ടർ നമ്മൾ ഷോർട്ട് സ്റ്റോറേജ് ആണോ ലോങ് സ്റ്റോറേജ് ആണോ എന്ന് ആദ്യം ഫിക്സ് ചെയ്യുക. എന്നിട്ട് ലോങ് സ്റ്റോറേജ് ആണെങ്കിൽ അതിൻ്റെ അസിഡിറ്റി 0.06 to 0.08% കുറക്കുക. ഇനി ഷോർട്ട് സ്റ്റോറേജ് ആണെങ്കിൽ 0.25 to 0.3% അസിഡിറ്റി കുറക്കണം. ഇതാദ്യം നമ്മൾ ഫിക്സ് ചെയ്ത് ഇത്രയും കുറച്ചു. പിന്നെ ചെയ്യേണ്ടത് അസിഡിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുക. എത്ര ഇപ്പോഴത്തെ അസിഡിറ്റി ഉണ്ട്? നമ്മളിപ്പോൾ മിൽക്ക് നമ്മൾ പ്രീ ഹീറ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ കയ്യിലെത്തി സെപ്പറേഷനൊക്കെ നടന്നതിന് ശേഷം ക്രീമിൽ എത്ര അസിഡിറ്റി ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എത്ര ന്യൂട്രലൈസർ ആഡ് ചെയ്താലാണ് ഇത് ന്യൂട്രലൈസ് ആവുക, അസിഡിറ്റി കുറയുക എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം ന്യൂട്രലൈസർ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും അസിഡിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് അസിഡിറ്റി കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ മെത്തേഡ് ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ലോങ് സ്റ്റോറേജ് ആണോ ഷോർട്ട് സ്റ്റോറേജ് ആണോ എന്ന് ഫിക്സ് ചെയ്യുക. അതിനുശേഷം അസിഡിറ്റി ചെക്ക് ചെയ്യുക. എന്നിട്ട് എത്ര ന്യൂട്രലൈസർ വേണം എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ന്യൂട്രലൈസർ ആഡ് ചെയ്യുക. പിന്നെ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ന്യൂട്രലൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ന്യൂട്രലൈസേഴ്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അത് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ലൈം ന്യൂട്രലൈസേഴ്സും സോഡ ന്യൂട്രലൈസേഴ്സും. ലൈം ന്യൂട്രലൈസേഴ്സിൽ ഏതൊക്കെയാണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡും മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും. കാൽഷ്യം ഹൈഡ്രോക്സൈഡും മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ലൈം ന്യൂട്രലൈസേഴ്സ്. സോഡ ന്യൂട്രലൈസേഴ്സിലാണെങ്കിൽ കോസ്റ്റിക് സോഡ, സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്. ഈ സോഡ വെച്ച് തുടങ്ങുന്നതെല്ലാം സോഡ ന്യൂട്രലൈസേഴ്സിൽ. അതുപോലെ തന്നെ ലൈം ന്യൂട്രലൈസേഴ്സ് ആണെങ്കിൽ ഹൈഡ്രോക്സൈഡ്സ് ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക. നമ്മൾ മിൽക്ക് കളക്ട് ചെയ്തു, പ്രീ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, സെപ്പറേഷൻ ഓഫ് മിൽക്ക്, നെക്സ്റ്റ് ന്യൂട്രലൈസേഷൻ. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ക്രീം.
ഒരു ബട്ടറിൽ ഇത്ര പെർസെൻറ്റേജ് ഫാറ്റ് അടങ്ങിയിരിക്കണം എന്നൊരു സ്റ്റാൻഡേർഡ് റിക്വയർമെൻ്റ് ഉണ്ട്. അതായത് 33-40% ഫാറ്റ് നമ്മളെ ബട്ടറിൽ അടങ്ങിയിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ആ ഫാറ്റ് കണ്ടൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മളെ ബട്ടറിൽ വേണ്ടത് 33-40% ഫാറ്റാണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ അതിന് നമ്മളെ ക്രീമിൽ നിന്ന് ഫാറ്റ് കണ്ടൻറ്റ് കുറക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫാറ്റ് കണ്ടൻറ്റ് ആഡ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് ഡൺ ബൈ ആഡിങ് കാൽക്കുലേറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സ്കിം മിൽക്ക്. അപ്പോൾ നമ്മളത് നോക്കും, ഇപ്പോൾ എത്രയാണ് ഫാറ്റ് കണ്ടൻറ്റ്, അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്കിം മിൽക്ക് ആഡ് ചെയ്തിട്ട് നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്യും. സ്റ്റാൻഡേർഡൈസേഷൻ കഴിഞ്ഞാൽ പിന്നെയുള്ളത് പാസ്ചറൈസേഷൻ ആണ്. അതായത് പാസ്ചറൈസേഷൻ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഈ മെത്തേഡിനകത്ത് നമ്മളെ ക്രീം ഉണ്ടല്ലോ, അതിനെ 71 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് കീപ്പ് ചെയ്യും. 71 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് കീപ്പ് ചെയ്യും. അതിനാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് പാസ്ചറൈസേഷൻ ചെയ്യുന്നത്? 5 ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അതിന്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാൻ, പിന്നെയുള്ളത് അൺഡിസൈറബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാനും, അതുപോലെ തന്നെ എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനും. പിന്നെയുള്ളത് നമ്മുടെ ചില ഗേഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഇതിനകത്ത് ബാക്കിയുണ്ടാവും നമ്മുടെ ക്രീമിനകത്ത്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാനും വേണ്ടി ഈ പാസ്ചറൈസേഷൻ യൂസ് ചെയ്യുന്നു. പിന്നെ ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പാസ്ചറൈസേഷൻ ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ സം ഓഫ് ഫ്ലേവേഴ്സ് അതിലുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡ്സോ ഫീഡ്സോ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ പാസ്ചറൈസേഷൻ വഴി റിമൂവ് ആവും. ഇതൊക്കെയാണ് 5 മെത്തേഡ്സ്. പാസ്ചറൈസേഷൻ എന്താണെന്ന് പറഞ്ഞല്ലോ, 71 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് കീപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സഡൻലി അതിനെ കൂൾ ചെയ്യും. ഇനി വേറൊരു ടൈപ്പ് പാസ്ചറൈസേഷൻ ഉണ്ട്, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം എന്ന് പറയും. അതായത് 95 ഡിഗ്രി 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ 15ഓളം സെക്കൻഡ്സ് വെക്കുന്നു. നേരത്തെ പറഞ്ഞത് 71 ഡിഗ്രി സെൽഷ്യസ് 20 മിനിറ്റ്സ് അല്ലേ. ഇത് 95-100 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്സ് മാത്രം, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം. അത് വേറൊരു ടൈപ്പ് ഓഫ് പാസ്ചറൈസേഷൻ ആണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡൈസേഷൻ കഴിഞ്ഞു, ന്യൂട്രലൈസേഷൻ, സ്റ്റാൻഡേർഡൈസേഷൻ, അടുത്തത് പാസ്ചറൈസേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് കൂളിംഗ് ആൻഡ് ഏജിങ്. നമ്മൾ ഈ ക്രീമിനെ നമ്മളിനി കൂളിംഗ് ചെയ്യും. കൂളിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോവർ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കും, ഹോൾഡ് ചെയ്യും. അതിനാണ് ഏജിങ് എന്ന് പറയുന്നത്. കൂളിംഗ് ആൻഡ് ഏജിങ്. നമ്മൾ പാസ്ചറൈസേഷൻ കഴിയുമ്പോൾ നമ്മുടെ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ലിക്വിഡ് ഫോമിലേക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ അത് കൂൾ ചെയ്യുമ്പോഴാണ് ഈ ലിക്വിഡ് ഫോമിൽ നിന്ന് നമ്മളെ ഫാറ്റ് ഗ്ലോബ്യൂൾസ് സോളിഡിഫൈ ചെയ്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇങ്ങനെ ലോവർ ടെമ്പറേച്ചറിൽ ഹോൾഡ് ചെയ്യുന്നോ അത്രത്തോളം പെട്ടെന്ന് നമുക്കിങ്ങനെ ബട്ടറിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഹൈ കൂളിംഗ് ആൻഡ് ഏജിങ് ടെമ്പറേച്ചർ ഓഫ് ക്രീം ഷോർട്ടൺ ദ ചേണിങ് പീരീഡ്. ഇനി ലോ കൂളിംഗ് ആൻഡ് ഏജിങ് ടെമ്പറേച്ചർ ആണെങ്കിലോ പ്രൊലോങ്സ് ദ ചേണിങ് പീരീഡ്. ഓക്കെ, നമ്മൾ ഈ ബട്ടറിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കില്ലേ, ഇങ്ങനെ ക്രീമിൽ നിന്ന് ബട്ടറിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണ്ടേ, ആ ഒരു പ്രോസസ്സിനെയാണ് ചേണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂളിംഗ് ടൈം ഹയർ ആണെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ലോവർ ആണെങ്കിൽ കുറച്ച് സമയം മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂവെങ്കിൽ നമുക്കതിനെ അത്ര പെട്ടെന്നൊന്നും എടുക്കാൻ കിട്ടില്ല. ഇനി നമ്മുടെ കൂളിങ്ങിൻ്റെയും ഏജിങ്ങിൻ്റെയും ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5-10 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ പാസ്ചറൈസേഷൻ കഴിഞ്ഞിട്ട് 5-10 ഡിഗ്രി സെൽഷ്യസിൽ വേണം ഇതിനെ കൂൾ ചെയ്യാനും ഏജിങ്ങിന് വെക്കാനും. കൂളിങ്ങും ഏജിങ്ങും കഴിഞ്ഞാൽ അടുത്തത് റൈപ്പനിങ് ഓഫ് ക്രീമാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈപ്പനിങ് ആണ്. റൈപ്പനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ്സ് ഓഫ് ഫെർമെൻറ്റേഷൻ ആണ്. ഫെർമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ട ബാക്ടീരിയസിന് അല്ലെങ്കിൽ വേണ്ട സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്തിട്ട് നമ്മളതിനെ വെക്കും. അതിനാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ റൈപ്പനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അസിഡിറ്റി കണ്ടൻറ്റ് കൂടും, പുളി ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് ബട്ടറാണ് ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റെപ്പ് എലിമിനേറ്റ് ചെയ്യും. സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, സ്വീറ്റ് ബട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, അസിഡിറ്റി കുറഞ്ഞ ടൈപ്പ് ഓഫ് ബട്ടർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ടൈപ്പ് ഓഫ് ബട്ടറാണ് വേണ്ടതെങ്കിൽ ഈ സ്റ്റെപ്പ് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് ചേണിങ് ഓഫ് ക്രീമാണ്. ഇതിൽ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ആ ക്രീമിനെ അജിറ്റേറ്റ് ചെയ്യും, നന്നായി ഇങ്ങനെ മിക്സ് ചെയ്യും. എന്നിട്ട് ആ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. വലിയ ഇങ്ങനെ ഉരുളകളായിട്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അതിനെയാണ് നമ്മൾ ചേണിങ് ഓഫ് ക്രീം എന്ന് പറയുന്നത്. വീട്ടിലൊക്കെ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. മോരെടുത്തിട്ട് നമ്മളിങ്ങനെ അജിറ്റേഷൻ, നല്ല വൃത്തിയിൽ ഇങ്ങനെ അജിറ്റേറ്റ് ചെയ്ത് ഒരു കുടത്തിനകത്ത് മോര് വെച്ചിട്ട് ഒരു ഒരു സാധനം ഉണ്ട്, എനിക്ക് അതിൻ്റെ പേരറിയില്ല, അത് വെച്ച് ഇങ്ങനെ അജിറ്റേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ ബട്ടർ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു കുപ്പി എടുത്തിട്ട് തന്നെ മോരെടുത്ത് ഇങ്ങനെ കുലുക്കി നോക്കിയാൽ അതിനകത്തുനിന്ന് നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. മോരല്ല, തൈര് കേട്ടോ. തൈര് എടുത്താൽ നമുക്ക് ഇങ്ങനെ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ബട്ടറിനൊരു കളർ വേണമെങ്കിൽ നമ്മൾ ഈ സമയത്താണ് ആഡ് ചെയ്യുക.
അഡീഷൻ ഓഫ് ബട്ടർ കളർ. ആ എമൗണ്ട് ഓഫ് കളർ എന്ന് പറയുന്നത് 0 to 250 ml per 100 kg ഓഫ് ബട്ടർ ഫാറ്റ്. അപ്പോൾ അത്രയും ചെറിയ എമൗണ്ടിലാണ് നമ്മൾ കളർ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഈ പെർമിറ്റഡ് കളേഴ്സ് ഏതൊക്കെയാണെന്നറിയോ? അനാറ്റോ അല്ലെങ്കിൽ കരോട്ടിൻ, ഇത് രണ്ടാണ് ബട്ടറിന് പെർമിറ്റ് ചെയ്തിട്ടുള്ള കളേഴ്സ്. അനാറ്റോ എന്ന് പറയുന്നത് അനാറ്റോ പ്ലാന്റിൻ്റെ സീഡ്സിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്ന കളറാണ്, സീഡ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന കളറാണ്. കരോട്ടിൻ എന്ന് പറയുന്നത് ക്യാരറ്റ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന കളറാണ്. ഈ രണ്ട് കളേഴ്സാണ് യൂഷ്വലി നമ്മൾ ബട്ടറിൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ചേണിങ് പറഞ്ഞില്ലേ, ആ സമയത്ത് നമ്മുടെ ഈ ക്രീമിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1 degree to 30 degree Celsius വരെ ഇങ്ങനെ റേസ് ചെയ്ത് വരും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അജിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ടെമ്പറേച്ചർ റേസ് ചെയ്യും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ക്രീം വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിലിങ്ങനെ പതകൾ ഇങ്ങനെ മേലെ വരും, ഫോംസ് മേലെ വരും. എന്നിട്ട് അവർ തമ്മിൽ പൊട്ടും. അങ്ങനെ പൊട്ടി ഓരോ ഫാറ്റ് ഗ്ലോബ്യൂൾസ് തമ്മിൽ അറ്റാച്ച് ചെയ്ത് വലിയ എന്താ പറയേണ്ട ഗ്ലോബ്യൂൾസ് ആയിട്ട് മാറും. അതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൈകൊണ്ട് ഇങ്ങനെ എടുക്കും. നമുക്ക് ആവശ്യമാണെങ്കിൽ ഇടയിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. അത് ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്കിപ്പം എത്ര വാട്ടർ ആവശ്യം വരും അതനുസരിച്ചാണ് നമ്മൾ ആഡ് ചെയ്യാറ്. ഓക്കെ, അതിന് പറഞ്ഞതാണ് ബ്രേക്ക് വാട്ടർ എന്ന്. അങ്ങനെ ബ്രേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ അജിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ഈ ക്രീം സെപ്പറേറ്റ് ചെയ്ത് ബട്ടർ സെപ്പറേറ്റ് ചെയ്ത് ഒരു നമുക്ക് വേണ്ട സൈസിലെത്തുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ബട്ടറിനെ എടുത്തിട്ട് തണുത്ത വെള്ളത്തിലിടും. തണുത്ത വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി 1 to 2 degree Celsius ലോവർ ദാൻ ദ ചേണിങ് ടെമ്പറേച്ചർ ഓഫ് ക്രീം. നമ്മൾ ആ ചേൺ ചെയ്യുമ്പോൾ ഉണ്ടായ ടെമ്പറേച്ചറിലുണ്ടല്ലോ, അതിനേക്കാളും ഒരു 1 degree to 2 degree Celsius ലോവറായി ടെമ്പറേച്ചറുള്ള വെള്ളത്തിലേക്ക് നമ്മളതിനെ ഇടും. ഈ സമയത്താണ് നമ്മൾ സാൾട്ടഡ് ബട്ടർ ആവശ്യമാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുന്നത്. സാൾട്ട് എന്ന് പറയുന്നത് 99.5 to 99.8% സോഡിയം ക്ലോറൈഡ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഏതർ നമ്മൾ ഡ്രൈ പൗഡർ തന്നെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് വെള്ളമാക്കിയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ സാൾട്ടഡ് ബട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സോട് കൂടി നമ്മുടെ ബട്ടർ റെഡിയായി കിട്ടും. പിന്നെ അതിൻ്റെ സ്റ്റോറേജാണ്. കൊമേഴ്ഷ്യൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് -23 to -29 degree Celsiusലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. എന്താണ് ചീസ്? ചീസ് ഒരു ഡയറി പ്രൊഡക്റ്റ് ആണല്ലേ. എങ്ങനെയാണ് ചീസ് ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കൊയാഗുലേഷൻ ഓഫ് ദ മിൽക്ക് പ്രോട്ടീൻ കസീൻ. അപ്പോൾ ഏതാണ് മിൽക്ക് പ്രോട്ടീൻ? കസീൻ എന്ന് പറയുന്ന മിൽക്ക് പ്രോട്ടീൻ്റെ കൊയാഗുലേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് ചീസ് എന്ന് പറയുന്ന ഡയറി പ്രൊഡക്റ്റ്. ഡയറി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കൗ മിൽക്കിൽ നിന്ന് മാത്രമാണോ ചീസ് ഉണ്ടാക്കുന്നത്? അല്ല, ബഫലോ മിൽക്ക്, ഗോഡ്സ്, ഷീപ്പ് മിൽക്ക്, ഇതിൽ നിന്നൊക്കെ ചീസ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ചീസ് മീൻസ് ദ റൈപ്പൻഡ് ഓർ അൺറൈപ്പൻഡ്, സോഫ്റ്റ് ഓർ സെമി ഹാർഡ്, ഹാർഡ് ആൻഡ് എക്സ്ട്രാ ഹാർഡ് പ്രോഡക്റ്റ് which may be coated with food grade waxes or polyfilm and in which the whey protein or the casein ratio does not exceed that of milk. വലിയൊരു ഡെഫിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചീസ് എന്ന് പറയുന്നത് കസീൻ എന്ന് പറയുന്ന മിൽക്ക് പ്രോട്ടീൻ്റെ കൊയാഗുലേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിൻ്റെ കൺസിസ്റ്റൻസിയാണ് പറഞ്ഞത് ഹാർഡ് ആവാം, സെമി ഹാർഡ് ആവാം, റൈപ്പൻഡ് ആവാം, അൺറൈപ്പൻഡ് ആവാം. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ, ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും വരാനില്ല. പിന്നെ ചീസ് ഏതൊക്കെ ഫോമിൽ കാണപ്പെടും? ബ്ലോക്സ് രൂപത്തിലുണ്ടാവാം, അതുപോലെ തന്നെ സ്ലൈസസ് ആയിട്ടുണ്ടാവാം, ഷ്രെഡഡ് ആയിട്ടുണ്ടാവാം, ഗ്രേറ്റഡ് ആയിട്ടുണ്ടാവാം. അങ്ങനെ ഈ തരം ഫോംസിലൊക്കെ നമുക്ക് ചീസിനെ കാണപ്പെടാറുണ്ട്. ഡെഫിനിഷൻ കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ചീസാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചീസസ് ഉണ്ട് കേട്ടോ. നമുക്ക് കടയിൽ പോയി നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചീസ്. പല കൺട്രീസിലും പല വെറൈറ്റീസിൽ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ട് ജനറലായിട്ട് 3 ടൈപ്സ് ഓഫ് ചീസാണ് പഠിക്കാനുള്ളത്. റൈപ്പൻഡ് ചീസ്, മോൾഡ് റൈപ്പൻഡ് ചീസ്, അതുപോലെ തന്നെ അൺറൈപ്പൻഡ് ചീസ്. ഇതിനകത്ത് ആദ്യത്തേത് റൈപ്പൻഡ് ചീസ്. റൈപ്പൻഡ് ചീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ദ ചീസ് വിച്ച് ഈസ് നോട്ട് റെഡി ഫോർ കൺസംഷൻ ഷോർട്ട്ലി ആഫ്റ്റർ മാനുഫാക്ചർ. അതായത് നമ്മൾ ഉണ്ടാക്കിയ പാട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ചീസാണ് റൈപ്പൻഡ് ചീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിന് ശേഷം കുറച്ച് ടൈം ഏജിങ്, നമ്മൾ ബട്ടറിലൊക്കെ ഏജിങ് പഠിച്ചില്ലേ, അതുപോലെ നമ്മൾ കുറച്ച് സമയം അതിനെ വെക്കണം. ആ സമയത്ത് മാത്രമേ ഈ ചീസിൻ്റെ ബാക്കിയുള്ള ബയോകെമിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ബയോഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് അതിന് വരുള്ളൂ. അപ്പോൾ അത്തരം ചീസിനെയാണ് റൈപ്പൻഡ് ചീസ് എന്ന് പറയുന്നത്. ഇനി അൺറൈപ്പൻഡ് ചീസാണെങ്കിലോ ഫ്രഷ് ചീസാണ്. വിച്ച് ഈസ് ദ ചീസ് വിച്ച് ഈസ് റെഡി ഫോർ കൺസംഷൻ ഷോർട്ട്ലി ആഫ്റ്റർ മാനുഫാക്ചർ. അതായത് ഏജിങ്ങിൻ്റെ ഒന്നും കാര്യമില്ല, മാനുഫാക്ചറിന് ശേഷം തന്നെ അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നവയാണ് അൺറൈപ്പൻഡ് ചീസ്. പിന്നെയുള്ളത് മോൾഡ് റൈപ്പൻഡ് ചീസാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ചീസ് ഉണ്ടാക്കിയതിന് ശേഷം മോൾഡ് ഗ്രോത്തിലൂടെ
അതിൻ്റെ ബയോഫിസിക്കൽ ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചീസാണ് മോൾഡ് റൈപ്പൻഡ് ചീസ് എന്ന് പറയുന്നത്. അതൊരു റൈപ്പൻഡ് ചീസാണ്. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലാസിഫിക്കേഷൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള ടൈപ്സ് പഠിക്കുന്നത്. ഒന്നാമത്തെയാണ് ചേദാർ ചീസ്. ഇനിയുള്ളത് കോട്ടേജ് ചീസ് ഉണ്ട്, പിന്നെ പ്രോസസ്ഡ് ചീസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിലാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ചേദാർ ചീസ് എന്താണെന്ന് നോക്കാം. ചേദാർ ചീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗ മിൽക്ക് അല്ലെങ്കിൽ ബഫലോ മിൽക്ക് അല്ലെങ്കിൽ രണ്ടിൻ്റെയും മിക്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചീസാണ്. അതിനെ കൊയാഗുലേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചീസാണ്. ഇറ്റ് ഈസ് എ റൈപ്പൻഡ് ഹാർഡ് ചീസാണ് കേട്ടോ. റൈപ്പൻഡ് ഹാർഡ് ചീസാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷാൾ ബി ഇൻ ദ ഫോം ഓഫ് ഹാർഡ് പ്രസ്ഡ് ബ്ലോക്ക്. ഹാർഡായിട്ട് പ്രസ് ചെയ്ത് ബ്ലോക്ക്സ് രൂപത്തിലായിരിക്കും നമ്മുടെ ചേദാർ ചീസസ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ പുറത്ത് ഒരു കോട്ടിംഗ് ഉണ്ടാവും. എയ്തർ അത് പോളിഫിലിംസിൻ്റെ കോട്ടിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് ഗ്രേഡ് വാക്സസിൻ്റെ, അല്ലെങ്കിൽ റാപ്പിംഗ് ഓഫ് ക്ലോത്ത്. അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഒരു കോട്ടിങ് ഈ ചീസിൻ്റെ മേലെ ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പെയിൽ സ്ട്രോ ടു ഓറഞ്ച് കളറാണ് ഈ ചീസിൻ്റെ കളറ്. ആൻഡ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഹോൾസ് ഒന്നും ഇല്ലാതെ, ചില ചീസിന് ഇങ്ങനെ ഹോൾസൊക്കെ ഉണ്ടാവും. ഇത് അതൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ചീസാണ്. പിന്നെ 2 റിക്വയർമെൻറ്റ്സ് താഴെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മോയ്സ്ചർ, നോട്ട് മോർ ദാൻ 39%. 39%ൽ കൂടുതൽ മോയ്സ്ചർ ഉണ്ടാവാൻ പാടില്ല. മിൽക്ക് ഫാറ്റ് ഓൺ ഡ്രൈ ബേസിസ് നോട്ട് ലെസ് ദാൻ 48%. 48%ൽ കുറയാനും പാടില്ല. ഇത് രണ്ടാണ് ഇതിനുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. അതിലാദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസീവിങ് ആൻഡ് ഫിൽട്രേഷൻ ഓഫ് മിൽക്ക്. അതായത് ഗുഡ് ക്വാളിറ്റി മിൽക്ക് നമ്മൾ റിസീവ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നുള്ള ഡേർട്ട് അതൊക്കെ ബാക്കിയുള്ള പാർട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഫിൽട്ടർ ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, റിസീവിങ് ആൻഡ് ഫിൽട്രേഷൻ ഓഫ് മിൽക്ക്. പിന്നെ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യും. എന്തിനാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്? അതിൻ്റെ കസീൻ ഫാറ്റ് റേഷ്യോ 0.68 തൊട്ട് 0.7 വരെ നിലനിർത്തുന്നതിന് വേണ്ടി സ്റ്റാൻഡർഡൈസ് ചെയ്യും. അത് കഴിഞ്ഞ് പാസ്ചറൈസേഷനാണ്. പാസ്ചറൈസേഷൻ നമ്മൾ പല ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞു. എന്താണ്? പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടു ഡിസ്ട്രോയ് ഓൾ സ്പോയിലേജ് കോസിങ് മൈക്രോ ഓർഗാനിസംസ്. പാത്തജൻസ് അതുപോലെ തന്നെ നമ്മുടെ ചീസിനെ സ്പോയിൽ ചെയ്യാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ എൽ ടി ടൈപ്പ് ഓഫ് പാസ്ചറൈസേഷൻ ചെയ്യും. ലോ ടെമ്പറേച്ചർ ലോ ടൈം, അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം. അങ്ങനെ 2 ടൈപ്പ് ഓഫ് പാസ്ചറൈസേഷനും ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷൻ ഓഫ് സ്റ്റാർട്ടർ കൾച്ചർ. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. ദ സ്റ്റാർട്ടർ കൾച്ചർ ഈസ് ദ ഹാർട്ട് ഓഫ് ചീസ്. അത് അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ദ സ്റ്റാർട്ടർ കൾച്ചർ ഈസ് ദ ഹാർട്ട് ഓഫ് ചീസ്. ഗുഡ് ക്വാളിറ്റി ലാക്റ്റിക് സ്റ്റാർട്ടർ കൾച്ചർ ഈസ് ആൽഡഡ്. ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ളതായിരിക്കുമല്ലോ എന്തായാലും യൂസ് ചെയ്യുക. അതായത് ടെമ്പറേച്ചറിലാണ് ആഡ് ചെയ്യുന്നത് 0.5 to 1% അറ്റ് 31 degrees Celsius. എന്നിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്തതിന് ശേഷം നല്ല വൃത്തിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതേ ടെമ്പറേച്ചറിൽ നമ്മളതിനെ കീപ്പ് ചെയ്യും. ഏതുവരെ നമ്മളതിനെ അങ്ങനെ കീപ്പ് ചെയ്യും? ടിൽ ദ pH ഈസ് റിഡ്യൂസ്ഡ് ടു ദി റെന്നറ്റിംഗ് pH. അതായത് റെന്നറ്റ് എൻസൈമിനെ നമുക്ക് ഈ മിക്സിലോട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ട pH എത്തുന്ന വരെ നമ്മൾ ആ മിക്സിനെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കളറാണ് ആഡ് ചെയ്യാൻ പോകുന്നുള്ളത്. അഡീഷൻ ഓഫ് കളർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെന്നറ്റിങ്ങിന് മുന്നേ തന്നെ ചെയ്യേണ്ടതുണ്ട്. അതായത് റെന്നറ്റ് എൻസൈമിനെ നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കളർ ആഡ് ചെയ്യണം. യൂഷ്വൽ എമൗണ്ട് എത്രയാണ്? 30 to 200 ml for 1000 kg of milk. Okay, the color is diluted with approximately 20 times its volume of potable water. ഇതാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നുള്ളത്. ഇപ്പോൾ കളറും ആഡ് ചെയ്തു, സ്റ്റാർട്ടർ കൾച്ചറും ആഡ് ചെയ്തു. അടുത്തത് റെന്നറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡിങ് ദ റെന്നറ്റ് എൻസൈം ടു ദ ചീസ്. അപ്പോൾ റെന്നറ്റ് എൻസൈമിനെ കുറിച്ച് കൂടി നമുക്കൊന്ന് നോക്കണ്ടേ? ഈ റെന്നറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 2 എൻസൈം ഉണ്ട്. ഏതൊക്കെയാണ്? റെന്നിനും അതുപോലെ തന്നെ പെപ്സിനും. ഓക്കെ, ഈ 2 എൻസൈം അടങ്ങുന്ന ഒരു ക്രൂഡ് പ്രിപ്പറേഷനാണ് റെന്നറ്റ് എന്ന് പറയുന്നുള്ളത്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി പശു ഉണ്ടാവുമല്ലോ, അതായത് യങ് കാഫ്, അവരുടെ സ്റ്റൊമക്കിൽ നിന്നാണ് ഇതിനെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നുള്ളത്. അതല്ലാണ്ട് നമുക്ക് ബാക്ടീരിയൽ റെന്നറ്റ് ഉണ്ട്. ഇനി ഈ റെന്നറ്റ് ഉണ്ടല്ലോ പൗഡർ ഫോമിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലാണ് കിട്ടുന്നുള്ളത്. അതിനകത്ത് നിന്ന് 15 to 25 ml നമ്മൾ 100 ലിറ്റർ ഓഫ് മിൽക്കിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെയാണ് ഇതിന് യൂസ് ചെയ്യുന്നുള്ളത്.
ചീസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. റെന്നറ്റ് ഈസ് ഡൈല്യൂട്ടഡ് വിത്ത് 20 to 40 times ഇറ്റ്സ് വോളിയം ഓഫ് പോട്ടബിൾ വാട്ടർ ബിഫോർ അഡീഷൻ ആൻഡ് മിക്സ്ഡ് തറോലി ഫോർ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയാണ് റെന്നറ്റ് എൻസൈമിനെ കുറിച്ച് ജസ്റ്റ് നോട്ട് ചെയ്യാനുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൊയാഗുലേഷനാണ്. നമ്മൾ ഈ റെന്നറ്റ് എൻസൈമിനെ ആഡ് ചെയ്തതിന് ശേഷം ചീസ് നമ്മൾ ആ മിക്സ് ഉണ്ടല്ലോ, ആ മിൽക്കിന് നമ്മൾ അനക്കാണ്ട് അവിടെ തന്നെ വെക്കും. അപ്പോൾ എന്ത് പറ്റും, അതിനകത്ത് കൊയാഗുലേഷൻ നടക്കും, അതായത് ക്ലോട്ട് ഫോർമേഷൻ നടക്കും. ഇങ്ങനെ ക്ലോട്ട് ഫോർമേഷൻ നടന്നതിന് ശേഷം നമുക്കുള്ള സ്റ്റെപ്പാണ് കട്ടിങ് ദ കേർഡ് എന്ന് പറയും. അപ്പോൾ അതിനുള്ള ടൈം ആയോ എന്ന് നമ്മളെങ്ങനെയാണ് ചെക്ക് ചെയ്യുക? നമ്മൾ ഈ കൊയാഗുലേഷൻ വെച്ചില്ലേ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട്, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് റോഡ് എടുത്തിട്ട് അതിനകത്തേക്ക് 45 ഡിഗ്രി ആംഗിളിൽ ഇൻസേർട്ട് ചെയ്യും. ഇത് എഴുതിയിട്ടുണ്ട്, വെൻ എ സാനിറ്റൈസ്ഡ് ഗ്ലാസ് റോഡ് ഈസ് ഇൻസേർട്ടഡ് അറ്റ് 45 ഡിഗ്രി ആംഗിൾ ആൻഡ് ലിഫ്റ്റഡ് സ്ട്രെയിറ്റ് അപ്പ് ആൻഡ് അതുപോലെ തന്നെ തിരിച്ചെടുക്കും. ദർ ഷുഡ് ബി എ ക്ലീൻ ബ്രേക്ക് ഇൻ ദ കേർഡ്. അതിനകത്ത് ക്ലീൻ ബ്രേക്ക് ഇൻ ദ കേർഡ് എടുക്കണം, അതായത് ഈ ഗ്ലാസ് റോഡിനകത്തൊന്നും പറ്റിപ്പിടിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ കട്ടിങ് ദ കേർഡ്. അങ്ങനെ ഒരു ടൈം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ കേർഡിനെ കട്ട് ചെയ്തെടുക്കും. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും മെറ്റൽ കത്തികൾ, നൈഫ്സ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ വയേഴ്സ് വെച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ അവസാനം നമുക്ക് യൂണിഫോം ക്യൂബ്സ് ആയിട്ട് കിട്ടും കട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇനി കുക്കിംഗ് ആൻഡ് ഡ്രെയിനേജ് ഓഫ് വേ. എന്താണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ക്യൂബ്സ് ഉണ്ടല്ലോ, ആ ക്യൂബ്സിനെ നമ്മൾ 37 to 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഓരോ 4 മിനിറ്റിലും 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടി നമ്മൾ 37 to 39 ഡിഗ്രി സെൽഷ്യസ് വരെ അതിനെ കുക്ക് ചെയ്യും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇനി എന്തെങ്കിലും വേ പാർട്ടിക്കിൾസ്, അതായത് നമ്മുടെ ഇതിനകത്ത് വേണ്ടാത്ത പാർട്ടിക്കിൾസ് അതിനകത്ത് ഉണ്ടെങ്കിൽ ഈ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ആഫ്റ്റർ കുക്കിംഗ് അതിനെ നമ്മൾ ഒഴിവാക്കും, കളയും. നെക്സ്റ്റ് ആണ് ചേദാറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ പ്രോസസ്സിലൂടെയാണ് ആ ചീസ് ചേദാർ ചീസായിട്ട് മാറുന്നുള്ളത്. എന്താണിതിൽ? ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് വിച്ച് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് പാക്കിംഗ്, ടേണിംഗ്, പൈലിംഗ് ആൻഡ് റീപൈലിംഗ് ദ സ്ലാബ്സ് ഓഫ് മാറ്റഡ് കേർഡ്. അപ്പോൾ ഇങ്ങനെ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. പാക്കിംഗ് ഉണ്ട്, ടേണിംഗ് ഉണ്ട്, പൈലിംഗ് ഉണ്ട്, റീപൈലിംഗ് ഉണ്ട്, അങ്ങനെ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ആ ചീസിന് ഒരു ടിപ്പിക്കൽ ചേദാർ ചീസായിട്ട് മാറുന്നുള്ളത്, അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നുള്ളത്. ഈ പ്രോസസ്സ് ഈ ചീസിൻ്റെ അസിഡിറ്റി 0.4 to 0.5 ആവുന്ന വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതാവുമ്പോൾ ചേദാറിങ് കംപ്ലീറ്റ് ആവും. പിന്നെയാണ് മില്ലിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. മില്ലിംഗ് എന്ന് വെച്ചാൽ ചെറിയൊരു സ്റ്റെപ്പാണ്. ഇതിനകത്ത് ആ ചീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ചേദാറിങ് കഴിഞ്ഞ ആ ചീസിനെ സ്മോൾ പീസസ് ആക്കി മാറ്റും, യൂണിഫോം പീസസ് ആക്കി മാറ്റും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് സാൾട്ടിങ് ആണല്ലോ. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാൾട്ട് ശരിക്കും നടക്കാൻ വേണ്ടിയിട്ടാണ് മില്ലിങ് ചെയ്യുന്നത്. സാൾട്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? കോമൺ സാൾട്ട് ആഡ് ചെയ്യുന്നുള്ളത്. സാൾട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? കീപ്പിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സാൾട്ട് ഈസ് ആഡഡ് അറ്റ് 1 to 2% ഓഫ് ദ കേർഡ് ഇൻ ദ ചീസ് വാറ്റ്. ഓക്കെ, ആ കേർഡിൻ്റെ 1 to 2% ആണ് സാൾട്ട് ആഡ് ചെയ്യുന്നുള്ളത്. സാൾട്ടിങ് കഴിഞ്ഞാൽ ഹൂപ്പിംഗ് എന്ന് പറയും. ഹൂപ്പിംഗ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ചീസിന് അതിൻ്റെ ഫൈനൽ ഷേപ്പ് കിട്ടുന്നുള്ളത്. ദ കേർഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ഹൂപ്സ് അല്ലെങ്കിൽ മോൾഡ്സ്. ഏതാ ഷേപ്പ് വേണ്ടേ ആ മോൾഡ്സ് ഇൻ വിച്ച് ദ ചീസ് ഈസ് പ്രസ്ഡ് ഇൻ ടു ഫൈനൽ ഷേപ്പ്. അപ്പോൾ മില്ലിങ്, സാൾട്ടിങ്, ഹൂപ്പിങ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സിങ് ആണ്. അത് വലിയ സ്റ്റെപ്പൊന്നുമല്ല. നെക്സ്റ്റ് പ്രസ്സിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ചീസ് കേർഡ് ഈസ് പ്രസ്ഡ് ഇൻ എ ചീസ് പ്രസ്. ഒരു ചീസ് പ്രസ്സിൽ വെച്ചിട്ട് അതിനെ പ്രസ് ചെയ്യും. പ്രസ്സിങ്ങിൻ്റെ പ്രഷർ ഇമ്പോർട്ടൻ്റ് ആണ്. 70 psi ഫോർ റൗണ്ട് ആൻഡ് 25 psi ഫോർ സ്ക്വയർ ഹൂപ്സ് ഫോർ 30 to 60 minutes. അതിനുശേഷം ഡ്രൈയിങ് ആണ്. ദ ചീസ് ബ്ലോക്സ് ആർ ഡ്രൈഡ് അറ്റ് 12 to 16 ഡിഗ്രി സെൽഷ്യസ് അറ്റ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇതും ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് പാരാഫൈനിങ് ആണ്. കഴിഞ്ഞു കേട്ടോ. ഇനി 2 സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോൾ എല്ലാം കുഞ്ഞു സ്റ്റെപ്സാണ്, പക്ഷേ നമ്പർ ഓഫ് സ്റ്റെപ്സ് കൂടുതലാണ് ഈ പ്രോസസ്സിൽ, മാനുഫാക്ചറിങ്ങിൽ. അപ്പോൾ പാരാഫിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീസിന് മെൽറ്റ് ചെയ്തിട്ടുള്ള പാരാഫിലിമിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കും കുറച്ച് സമയത്തേക്ക്. ആ പാരാഫിലിം മെൽറ്റ് ചെയ്ത ടെമ്പറേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 104 ഡിഗ്രി സെൽഷ്യസ് ടു 121 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രയും ഹൈ ടെമ്പറേച്ചറിൽ നമ്മുടെ ചീസിനെ അതിൽ ഡിപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനെ തിരിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ചീസിൻ്റെ പുറത്ത് ഒരു തിൻ കോട്ടിംഗ് ഓഫ് പാരാഫിൻ ഉണ്ടാവും. This is to prevent mold growth and to reduce loss of moisture during ripening. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് ലോസ് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ മോൾഡ് ഗ്രോത്ത് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് പാരാഫിനിങ് ചെയ്യുന്നുള്ളത്.
ലാസ്റ്റ് സ്റ്റെപ്പാണ് റൈപ്പനിങ്, ക്യൂറിങ്, മെച്യൂറിങ്. എല്ലാം ഒരേ പേര് തന്നെയാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ എന്താണ്? ദിസ് ഈസ് റെഫേഴ്സ് ടു ദ സ്റ്റോറേജ് ഓഫ് ചീസ് ഫോർ അറ്റ്ലീസ്റ്റ് 2 to 3 months അറ്റ് എ ലോവർ ടെമ്പറേച്ചർ. 2 to 3 months ആണ്, അതും ലോവർ ടെമ്പറേച്ചറിലാണ്. ടെമ്പറേച്ചർ എത്രയാണ്? 0 to 16 degree Celsius. ഈ സമയത്താണ് ആ ചീസ് ശരിക്കും അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള, കെമിക്കലായിട്ടുള്ള, ബാക്ടീരിയോളജിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് ചെയ്ത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടെക്സ്ചറും ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ചേദാർ ചീസിൻ്റെ കേസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് ഏതാണ്? കോട്ടേജ് ചീസ്. ചേദാർ ചീസ് ഒരു ഹാർഡ് ചീസായിരുന്നു. കോട്ടേജ് ചീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് അൺറൈപ്പൻഡ് ചീസാണ്. അതുപോലെ തന്നെ ഒബ്റ്റെയിൻഡ് ബൈ കൊയാഗുലേഷൻ ഓഫ് പാസ്ചറൈസ്ഡ് സ്കിംഡ് മിൽക്ക് ഓഫ് കൗ ആൻഡ് ഓർ ബഫലോ. ഓക്കെ, നേരത്തെ നമ്മൾ സ്കിംഡ് എന്നുള്ള ആ ഒരു വേർഡ് വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇവിടെ സ്കിംഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ക്രീംഡ് കോട്ടേജ് ചീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈസ് എ കോട്ടേജ് ചീസ് ടു വിച്ച് പാസ്ചറൈസ്ഡ് ക്രീമിംഗ് മിക്സ്ചർ ഓഫ് ക്രീം, skimmed milk, condensed milk, non-fat dry milk protein, sodium or potassium or calcium or ammonium caseinate is added. അങ്ങനെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് കോട്ടേജ് ചീസിനെയാണ് നമ്മൾ ക്രീംഡ് കോട്ടേജ് ചീസ് എന്ന് പറയുന്നുള്ളത്. അതെന്താണ് പറഞ്ഞിട്ടുള്ളത്? വൈറ്റ് കളറായിരിക്കും. നേരത്തെ നമുക്കൊരു പെയിൽ ടു ഓറഞ്ച് കളർ എന്നാണ് പറഞ്ഞത്. പിന്നെ റിക്വയർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ മോയ്സ്ചർ നോട്ട് മോർ ദാൻ 80% വരെ മോയ്സ്ചർ കണ്ടൻറ്റ് വരാം. മിൽക്ക് ഫാറ്റോ നോട്ട് ലെസ് ദാൻ 4%, 4%-ൽ കുറയാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നുള്ളത്. ഇനി മാനുഫാക്ചറിങ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് റിസീവിങ് പാസ്ചറൈസ്ഡ് സ്കിം മിൽക്ക്. ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള മിൽക്ക് നമ്മൾ റിസീവ് ചെയ്യും. എന്നിട്ട് അതിനകത്തേക്ക് കാൽഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യും. അതിനുശേഷം സ്റ്റാർട്ടർ ആഡ് ചെയ്യും. നേരത്തെ അത്രയും സ്റ്റെപ്സ് ഒന്നും ഇതിനകത്തില്ല. സ്റ്റാർട്ടർ ആഡ് ചെയ്തതിന് ശേഷം റെനറ്റിന് ആഡ് ചെയ്യും. എന്നിട്ട് സെറ്റ് ചെയ്യാൻ വെക്കും. പിന്നെ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തതിന് ശേഷം കുക്കിങ്. അതൊക്കെ മറ്റതുപോലെ തന്നെ സെയിം ആണ്. കുക്കിംഗ് എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ വേവ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നുള്ളത്. ഡ്രെയിനിങ് ഓഫ് വേ, വാഷിംഗ് ആൻഡ് ഡ്രെയിനിങ് ദ കേർഡ്, സാൾട്ടിങ്, ക്രീമിങ്, പാക്കേജിങ് ആൻഡ് സ്റ്റോറേജ്. ഇത്രയാണ് കോട്ടേജ് ചീസിനകത്ത് വരുന്നുള്ളത്. ഓക്കെ, സിമ്പിളാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഒരു ടൈപ്പ് ഓഫ് ചീസാണുള്ളത്, പ്രോസസ്ഡ് ചീസ് എന്ന് പറയും. പ്രോസസ്ഡ് ചീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത ചീസ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് സ്റ്റെബിലൈസേഴ്സും അല്ലെങ്കിൽ എമൾസിഫയേഴ്സിനെയും ആഡ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദി പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ചീസ് വിത്ത് പെർമിറ്റഡ് എമൾസിഫയേഴ്സ് ഓർ സ്റ്റെബിലൈസേഴ്സ്. എക്സാമ്പിളാണ് സിട്രിക് ആസിഡ്, സോഡിയം സിട്രേറ്റ്, സോഡിയം സാൾട്ട്സ് ഓഫ് ഓർത്തോഫോസ്ഫോറിക് ആസിഡ്, പോളിഫോസ്ഫോറിക് ആസിഡ്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ ചീസിനെ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് പ്രോസസ്ഡ് ചീസ് എന്ന് പറയാം. ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് കൂടി നോക്കാം. മോയ്സ്ചർ നോട്ട് മോർ ദാൻ 47%. അതുപോലെ മിൽക്ക് ഫാറ്റ് ഓൺ ഡ്രൈ ബേസിസ് നോട്ട് ലെസ് ദാൻ 40%. ഓക്കെ, മൂന്നിൻ്റെതും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ ചീസ്, റോ ചീസിനെ റിസീവ് ചെയ്യുക, അനലൈസ് ചെയ്യുക. പിന്നെ സെലക്ഷൻ ഫോർ ബ്ലെൻഡിങ്, അതായത് ഏത് എമൾസിഫയർ ആണ്, ഏത് സ്റ്റെബിലൈസർ ആണെന്നൊക്കെ സെലക്ട് ചെയ്യുക. പിന്നെ ടെമ്പറിങ് ആൻഡ് ക്ലീനിങ്, ക്വാർട്ടറിങ് ആൻഡ് ഗ്രൈൻഡിങ്, പ്രോസസ്സിങ്, പാക്കേജിങ്, കൂളിംഗ് ആൻഡ് സ്റ്റോറേജ്. ഇത്രയാണ് പ്രോസസ്സിങ്ങിൽ വരുന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഇതോടുകൂടി ചീസ് എന്ന ടോപ്പിക് കൂടി കഴിയാണ്.